നമുക്കൊക്കെ അറിയാത്തൊരു കാര്യമാണ്. നമ്മൾ ബിസിനസ് ചെയ്യുന്നവരൊക്കെ വായിച്ചിരിക്കേണ്ട ഒരു ബുക്കാണ് ഈ 10x റൂൾ എന്നുള്ളത്. എത്ര പേര് വായിച്ചിട്ടുണ്ടെന്ന് എനിക്കറിയില്ല. സോ ഇതിൽ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം ഡിസ്കസ് ചെയ്യുന്നുണ്ട്. നമുക്കൊക്കെ അറിയാത്തൊരു കാര്യമാണ്. എല്ലാവരും പറയും നല്ല സക്സസ് ഉണ്ടാവണമെങ്കിൽ നല്ല ഹാർഡ് വർക്ക് ചെയ്യണം എന്നുള്ളതൊക്കെ. പക്ഷേ എത്രത്തോളം സക്സസ് കിട്ടണമെങ്കിൽ എത്രത്തോളം ഹാർഡ് വർക്ക് ചെയ്യണം എന്നുള്ളതിനെക്കുറിച്ചുള്ളൊരു ക്ലാരിറ്റി നമുക്കില്ല. സോ ഇതിൽ വ്യക്തമായിട്ട് പറയുന്നത് 4 ഡിഗ്രീസ് ഓഫ് ആക്ഷൻ വെച്ചിട്ടാണ്. ഒന്നാമത്തെ കാര്യം ഡു നത്തിങ്. ഒന്നും ചെയ്യുന്നില്ല, പ്രത്യേകിച്ച് ഒന്നും ചെയ്യണില്ല, പിന്നെ സക്സസ് ഉണ്ടാവില്ലല്ലോ, അതൊന്ന്. രണ്ടാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ റിട്രീറ്റ് എന്ന് പറഞ്ഞൊരു കാര്യമാണ്. സോ ഇതൊരു സെക്കൻഡ് ലെവൽ ഓഫ് ആക്ഷനാണ്. ഇതിൻ്റെ പ്രത്യേകത എന്താ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഒരുപാട് പേരെ കാണാൻ കഴിയും. അതായത് സ്റ്റോക്ക് മാർക്കറ്റ് ഒരു നല്ല ബിസിനസ് അല്ല, അതിലെപ്പോഴും നഷ്ടമാണ്, അതുകൊണ്ട് ഞാനത് ചെയ്യുന്നില്ല. അതുപോലെ ബിസിനസ്സിനെ കുറിച്ച് നല്ല ഇൻഡെപ്തിൽ പഠിക്കും ആൾക്ക്, പല ബിസിനസ്സിനെ കുറിച്ചും ഭയങ്കര നോളജ് ആയിരിക്കും. പക്ഷേ എല്ലാം കൂടുതലും ഫെയിലിയേഴ്സ് കാര്യങ്ങളും ഇങ്ങനെ മൈൻഡിൽ വരുന്നതുകൊണ്ട് ആൾക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, ബിസിനസ് ചെയ്യാൻ പറ്റില്ല. അങ്ങനെ ഒരുപാട് ആളുകൾ, ഒരുപാട് ഫ്രണ്ട്സ് അല്ലെങ്കിൽ നമ്മളുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന ഒരുപാട് ആളുകളുണ്ടാവും. മൂന്നാമത്തെ ആളുകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നോർമൽ ആക്ഷൻ എടുത്ത് നോർമൽ രീതിയിൽ ജീവിക്കുക എന്നുള്ളത് പറയും, ഒരു ആവറേജ് എന്നൊക്കെ പറയില്ലേ. പക്ഷേ അതിൻ്റെ ഒരു കുഴപ്പം എന്താ വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ വാർ വന്നു, അതല്ലെങ്കിൽ ഇതുപോലെ എന്തെങ്കിലും ഒരു ഇഷ്യൂ വന്നു കഴിഞ്ഞാൽ നേരെ എന്ത് ചെയ്യും, ഡൗൺ ആവും. അതല്ലെങ്കിൽ ലൈഫ് സ്റ്റൈലിനെ ഒക്കെ എന്ത് ചെയ്യും, എഫക്റ്റ് ചെയ്യുന്ന രീതിയിൽ ഒരു ഫിയർ ക്രിയേറ്റ് ആവും. പിന്നെ നാലാമത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ആളുകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മാസീവ് ആക്ഷൻ എടുക്കുന്ന ആളുകളാണ്. അവർക്കാണ് മാസീവ് റിസൾട്ട് ഉണ്ടാവുക, അല്ലെങ്കിൽ മാസീവ് സക്സസ് ഉണ്ടാവുക. സോ എന്താണ് ഈ മാസീവ് ആക്ഷൻ എടുക്കുന്ന സമയത്തുള്ള പ്രശ്നം എന്താ വെച്ചാൽ വലിയൊരു പ്രോബ്ലം ക്രിയേറ്റ് ആവും. എന്തെങ്കിലും ഒരു പേഴ്സണലാവാം അല്ലെങ്കിൽ ഫിനാൻഷ്യലാവാം, വലിയൊരു പ്രോബ്ലം ഉണ്ടാവും. ആ പ്രോബ്ലം സോൾവ് ചെയ്യുന്നതിലൂടെയാണ് ആ ബിസിനസ് എന്ത് ചെയ്യുക, സക്സസ്സിലേക്ക് എത്തുക എന്നുള്ളതാണ്. സോ നിങ്ങളൊരു മാസീവ് ആക്ഷൻ എടുക്കുന്ന ആളാണോ എന്നുള്ളത് എന്ത് ചെയ്യുക, നിങ്ങൾ ചിന്തിക്കുക. അത് നന്നായിട്ട് കാൽക്കുലേറ്റ് ചെയ്ത് പഠിച്ചെടുക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്കും എന്ത് ചെയ്യാം, ഒരു സക്സസ്ഫുൾ ആയിട്ടുള്ള ഒരു ബിസിനസ്സുകാരായിട്ട് മാറാൻ പറ്റും എന്നുള്ളതാണ്. സോ വായിക്കാത്തവർക്ക് എന്ത് ചെയ്യുക, ഈ 10x റൂൾ എന്ത് ചെയ്യുക, നിർബന്ധമായിട്ട് വായിക്കുക. അധികം പേജസ് ഒന്നുമില്ല, ജസ്റ്റ് ഒരു 3 hours ഒക്കെ ഉണ്ടെങ്കിൽ വായിച്ച് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റും. ജസ്റ്റ് 200 pages ഉള്ളൂ. സോ താങ്ക് യു സോ മച്ച്.